സുഹൃത്തുക്കളെ, 12 മുതൽ 30 വയസ്സുവരെ യേശു എവിടെയായിരുന്നു എന്നും എന്തു ചെയ്യുകയായിരുന്നു എന്നും ഉള്ള വിവരങ്ങൾ ബൈബിളിൽ ലഭ്യമല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ആഴത്തിൽ പരിശോധിച്ചാൽ മിക്ക വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അവഗാഹം നേടിയിരുന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ കാലയളവിൽ അദ്ദേഹം ആഴത്തിലുള്ള പഠനത്തിന് സമയം വിനിയോഗിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ വേദശാസ്ത്രജ്ഞന്മാർ മൗനം പാലിക്കുകയാണ്. എന്നാൽ അത് എന്തുകൊണ്ടാണ് എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയ പല ആളുകളുണ്ട്. അവരിൽ ചിലരുടെ പഠനങ്ങൾ പ്രധാനമായിട്ടും നിക്കോളാസ് റോറിച്ച്, നിക്കോളാസ് നൊട്ടോവിച്ച്, ഹെൽഗർ കേഴ്സ്റ്റൺ, എലിസബത്ത് ക്ലെയർ പ്രോഫറ്റ് എന്നിവരുടെ പുസ്തകങ്ങളിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഹ്രസ്വമായി അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. യേശു 18 വർഷം ഇന്ത്യയിലെ കാശ്മീർ, ലഡാക്ക്, ലേ, ടിബറ്റ് എന്നീ പ്രദേശങ്ങളിലുള്ള ബുദ്ധ വിഹാരങ്ങളിൽ താമസിച്ച് ബുദ്ധ സന്യാസികളുമായിട്ട് സംവാദം നടത്തി പഠനവും മനനവും നടത്തിയിരുന്നു എന്നാണ് ഇവരുടെയെല്ലാം കണ്ടെത്തൽ. ക്രൈസ്തവ വേദശാസ്ത്രജ്ഞന്മാർ ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഈ 18 വർഷം യേശു എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ച് അവരുടെ നിഗമനങ്ങൾ സമർപ്പിക്കുവാൻ ബാധ്യതയുള്ളവർ ആ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. അതുകൊണ്ട് യേശു ഈ 18 വർഷക്കാലം ആഴത്തിലുള്ള പഠനത്തിനും ധ്യാനത്തിനുമായി ചെലവഴിച്ചിരുന്നു എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ സാധ്യതയെ തള്ളിക്കളയുവാൻ കഴിയുകയില്ല. അതിന് പ്രധാനമായും ചില ന്യായങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഒന്ന്, ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ യേശു നിലവിലിരുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, മത ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും ആഴത്തിൽ അവഗാഹം നേടിയിരുന്നു. അതുപോലെ ദൈവത്തെ സംബന്ധിച്ച് അന്ന് യഹൂദ മതം കൈക്കൊണ്ട് പ്രചരിപ്പിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദർശനം ഉൾക്കൊണ്ടിരുന്നു. ഇത് തീർച്ചയായും ആഴത്തിലുള്ള പഠനത്തിൻ്റെ ഫലമായി യേശു ആർജിച്ചത് ആകാനാണ് സാധ്യത. ഇതിനെ സഹായിക്കുന്ന ധാരാളം, ഈ നിഗമനത്തെ സഹായിക്കുന്ന ധാരാളം മറ്റ് നിഗമനങ്ങളുണ്ട്. ഒന്ന്, യേശു പാലസ്തീനിൽ ജീവിച്ച് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അവിടെ ശക്തമായ ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. എസ്സേനികൾ എന്നും നസറേനികൾ എന്നും പറയുന്ന 2 ഗ്രൂപ്പുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. എസ്സേനികളെ കൊമ്രാൻ എന്നും വിളിക്കുന്നുണ്ട്. ഈ 2 ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളുമായിട്ട് യേശുവിന് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ വ്യക്തമായ തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് യേശുവിൻ്റെ ബന്ധു കൂടിയായിരുന്ന യോഹന്നാൻ സ്നാപകൻ എസ്സേനികളുടെ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്താൽ യേശുക്രിസ്തു സ്നാനം ഏൽക്കുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എസ്സേനികളുടെ ദർശനത്തിന് കീഴ്പ്പെടുവാൻ യേശുക്രിസ്തു തയ്യാറായി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ എസ്സേനികളും ബുദ്ധ വിശ്വാസികളും തമ്മിൽ
വളരെ സാമ്യം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അവരുടെ ജീവിത രീതി, ആചാരങ്ങൾ, വസ്ത്ര രീതി, രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളും മതവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അവരുയർത്തിയ വിമർശനം, ഈ കാര്യങ്ങളെല്ലാം ബുദ്ധമത ചിന്തകളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബുദ്ധ ചിന്തയിൽ ദൈവവും മരണശേഷമുള്ള ജീവിതവും പരിഗണിച്ചിരുന്നില്ല. എന്നാൽ യേശു ആ ചിന്തകൾ കൂടെ ബുദ്ധമതത്തിലെ മറ്റ് ദർശനത്തോട് സമന്വയിപ്പിച്ച് ഉള്ള പഠിപ്പിക്കലുകളും പ്രവർത്തനവും ആയിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വിശ്വസിക്കുവാൻ മറ്റൊരു കാരണം കൂടെ ഉള്ളത്, ആ കാലത്ത് പാലസ്തീനിൽ നിന്നും ഇന്ത്യയിൽ എത്തുവാൻ സഹായകരമായ സഞ്ചാരപാത ഉണ്ടായിരുന്നു. BC 325 ഗ്രീസിലെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ കീഴ്പ്പെടുത്തി കുറച്ചുനാൾ ഗ്രീസിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഈ പ്രദേശം ഭരിച്ചിരുന്നു. അതുകൊണ്ട് പാലസ്തീൻ പ്രദേശത്തു നിന്നും ഇറാന്, പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ വഴി കാശ്മീരിലും ലഡാക്കിലും ടിബറ്റിലും ഒക്കെ എത്തുവാനുള്ള സഞ്ചാരപാത അന്ന് ഉണ്ടായിരുന്നു. ഈ പാതയിൽ കൂടെ സൈന്യവും കച്ചവട സംഘങ്ങളും ബുദ്ധമത പ്രചാരകരും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നു. ഇതുകൊണ്ടെല്ലാം സ്വാഭാവികമായിട്ടും ആ കാലത്ത് കച്ചവട സംഘങ്ങളോട് ചേർന്ന് യേശു ഇന്ത്യയിൽ വരാൻ ഉള്ള സാധ്യത വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കാലത്ത് ആത്മീയമായ ദർശനത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വിശ്വാസമായിരുന്നു ബുദ്ധമത വിശ്വാസം. ഗ്രീസിൽ ബുദ്ധ സന്യാസിമാർ ചെന്ന് അവരെ സ്വാധീനിച്ചിരുന്നു. പാലസ്തീനിലെ അവരുടെ സ്വാധീനം കൊണ്ടാണ് എസേനികൾ എന്ന ഗ്രൂപ്പും നസ്രേനികൾ എന്ന ഗ്രൂപ്പും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ യേശു ആ കാലത്ത് ഇന്ത്യയിൽ വന്ന് ബുദ്ധ കേന്ദ്രങ്ങളിൽ താമസിച്ച് പഠിച്ചു എന്ന നിഗമനത്തെ തള്ളിക്കളയുവാൻ കഴിയുകയില്ല. 1887 ആദ്യമായി റഷ്യൻ ഗവേഷകനായ നിക്കോളാസ് റോറിച്ച് കാശ്മീർ, ലഡാക്ക്, ലേ, ടിബറ്റ് എന്നീ പ്രദേശങ്ങളിൽ ദീർഘകാലം സഞ്ചരിച്ച് ദീർഘസമയം അവിടെ താമസിച്ച് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. അദ്ദേഹം ബുദ്ധവിഹാരങ്ങളിലാണ് പ്രത്യേകിച്ച് താമസിച്ച് അന്വേഷണം നടത്തിയത്. സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുകയും ദ്വിഭാഷികളിൽ കൂടെ ബുദ്ധവിഹാരങ്ങളിൽ താമസിച്ച് അദ്ദേഹം അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ലേയിലുള്ള ഹെമീസ് എന്ന ബുദ്ധവിഹാരത്തിൽ ഈസ പ്രവാചകനെ സംബന്ധിച്ച ചില താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്നതായിട്ടും അത് അദ്ദേഹം ലഭ്യമാക്കി ദ്വിഭാഷികളുടെ സഹായത്താൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതായിട്ടുമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ കാലത്ത് അവിടെ താമസിച്ചപ്പോൾ സാധാരണ പലരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഈസ എന്ന ഒരു പ്രവാചകനെക്കുറിച്ചുള്ള കഥകളും ഭക്തിയും ഒക്കെ അവിടുത്തെ ജനങ്ങളിൽ 1887 ദർശിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ബുദ്ധ സന്യാസിമാർക്ക് ഈസ പ്രവാചകനോട് വലിയ ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22 ബുദ്ധന്മാർക്ക് ശേഷം ഉണ്ടായ വലിയൊരു പ്രവാചകനാണ് ഈസ പ്രവാചകൻ എന്ന് ബുദ്ധ സന്യാസിമാർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഈസ പ്രവാചകനെ അവരെ ആരാധനയോടുകൂടി കാണുന്നു എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം നിഗമനങ്ങൾ അദ്ദേഹവും മറ്റു പരാമർശിച്ച 3
ഗവേഷകന്മാരും ഒക്കെ നിരത്തുന്നുണ്ട്. അതിലൊന്ന്, യേശു പാലസ്തീനിൽ നിന്നും വന്ന വഴിക്ക് കാബൂളിനടുത്ത് ലേയിൽ കാബൂളിനടുത്ത് ഒരു കുളം, ഈസാ കുളം എന്ന പേരിൽ ഒരു കുളം സംരക്ഷിക്കപ്പെടുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് താൻ കാൽനടയായി സഞ്ചരിച്ചപ്പോൾ ക്ഷീണിച്ച് അവശനായി അവിടെ ഇരുന്നപ്പോൾ കുളിക്കുകയും കാലും കൈയും കഴുകുകയും കുളിക്കുകയും ഒക്കെ ചെയ്ത കുളം ആണ് എന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുകയും ഇപ്പോഴും അതിനെ ഈസാ കുളം എന്ന പേരിൽ അത് സംരക്ഷിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കാശ്മീരിൽ യേശു കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാശ്മീരിൽ വന്നതായിട്ടും 80 വയസ്സ് വരെ കാശ്മീരിൽ താമസിച്ചതായിട്ടും അവിടെ വെച്ച് മരിച്ചതായിട്ടും അവിടെ അടക്കപ്പെട്ടതായിട്ടും ഈസായുടെ ശവകുടീരം കാശ്മീരിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹവും മറ്റ് ഗവേഷകരുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒടുവിൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ വിശ്വാസ്യത അത്രത്തോളം വിശ്വാസ്യത ഇല്ല എങ്കിലും മറ്റ് കാര്യങ്ങളെല്ലാം തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി യേശുവും ബുദ്ധന്മാരും തമ്മിൽ ധാരാളം സാമ്യം ഈ ഗവേഷകന്മാരെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, രണ്ടുപേരുടെ ഉപദേശങ്ങൾക്ക് വലിയ സാമ്യമുണ്ട്. രണ്ടുപേരുടെ ഉപമകൾക്ക് ധാരാളം ഉപമകൾക്ക് തമ്മിൽ പരസ്പരം സാമ്യമുണ്ട്. ജീവിത രീതി, ആചാരങ്ങൾ, ഇതൊക്കെ തമ്മിൽ കാര്യമായ സാമ്യം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായി മറ്റൊരു എപ്പിസോഡിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ നീക്കിവെക്കുകയാണ്. ചുരുക്കത്തിൽ ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുവാൻ മാറ്റിവെച്ചുകൊണ്ട് അതിനു മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ, സാധ്യതകൾ എല്ലാം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 18 വർഷക്കാലം യേശു എവിടെയായിരുന്നു എന്ന് കണ്ടെത്തി അതിന് ഒരു നിഗമനം എങ്കിലും കണ്ടെത്തുവാൻ ക്രൈസ്തവ വേദശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കാത്തത് സംശയകരമാണ്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ യേശു ഇന്ത്യയിൽ കാശ്മീരിലും ലഡാക്കിലും ടിബറ്റിലും ഒക്കെ വന്ന് ബുദ്ധവിഹാരങ്ങളിൽ താമസിച്ച് 18 വർഷം ആഴത്തിലുള്ള പഠനവും മനനവും നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഉപദേശങ്ങളും, ബുദ്ധൻ്റെയും യേശുവിൻ്റെയും ഉപദേശങ്ങളും ഉപമകളും ദർശനങ്ങളും ആചാര രീതികളും ഒക്കെ തമ്മിലുള്ള സാമ്യം പരിശോധിക്കാൻ നീക്കിവെച്ചുകൊണ്ട് ഈ അവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.